പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 25-ാം തീയതി വെള്ളിയാഴ്ച. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് ഈശോയ്ക്ക് സുരക്ഷിതനായി സമർപ്പിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ ദുരന്തമായ ഭീകരാക്രമണത്തെ, അതിൽ നിഷ്കളങ്കരുടെയും നിരപരാധികളുടെയും ജീവൻ പൊരിഞ്ഞതിനെ ഓർത്ത് രാജ്യത്തെ ദുഃഖത്തോട് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുത്തുന്നു. രാജ്യത്തിന് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അതിലേക്ക് ആവശ്യിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ജനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഓരോരോ വിഷയങ്ങൾക്കായി ഇറങ്ങുന്നവരെ, അവരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെ നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവരെ, അവരിന്ന് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേകമായ ലക്ഷ്യങ്ങൾ, അതിനുവേണ്ടിയുള്ള എഴുത്തുകുത്തുകൾ, കറസ്പോണ്ടൻസ്, അതിനുവേണ്ടിയുള്ള യാത്രകൾ എല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥന ആശ്രയിച്ചുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന കൂടി ആശീർവാദം പ്രാപിക്കാമല്ലോ, ഇന്ന വിഷയങ്ങൾക്ക് ഓർത്ത് ആശ്വസിച്ച് കിടക്കുന്നവരെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആശുപത്രി പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് ഓഫീസുകളിലെ മറ്റ് പ്രൈവറ്റ് സ്വകാര്യ ജോലി സംബന്ധ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ, ക്ലേശങ്ങൾ, പ്രതിരോധങ്ങൾ, മത്സരത്തിൻ്റെ അവസ്ഥകൾ എല്ലാം അവകാശിയമ്മ, സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി തക്ക സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും നിങ്ങളുടെ കഴിവിനേക്കാളുപരി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ബലഹീനതയിലും അശക്തമായ സാഹചര്യങ്ങളിലും നിനക്ക് അനുഭവവേദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ അവസ്ഥകൾ ടെസ്റ്റുകൾ കൊടുത്തിരിക്കുന്നവർ, ബ്ലഡ് പോലെയുള്ള സംഭവങ്ങൾ, ബയോപ്സിയൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് അനുകൂലമായ റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ മകനും ദൈവത്തിൻ്റെ മഹത്വം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ വിശ്വസിച്ച എല്ലാവർക്കും ദൈവമഹത്വത്തിലുള്ള അവകാശമുണ്ടെന്നുള്ള സൂചന കർത്താവെ നീ നൽകുന്നുണ്ട്. ഈശോയെ, അതനുസരിച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ഭവനരഹിതയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മാറി മാറി വരുന്ന കാലാവസ്ഥകളിലെ പല കാർഷിക മേഖലകളിലും കടലോര മേഖലകളിലും ഒത്തിരിയേറെ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈശോയെ, ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോകുന്നവരുണ്ട്. കർത്താവ്, പണം മറ്റു സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയിട്ട് പട്ടിണി കിടക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ളവരുടെ യാത്രകൾ അവർക്ക് സമാധാനവും സന്ധിപ്പും ലഭിക്കാൻ അവരുടെ പരിശ്രമങ്ങൾ കർത്താവെ പണം മനഃപൂർവ്വം പിടിച്ചു വച്ചിരിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം മനസ്സ് ഇളതായിക്കൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് പണം കിട്ടാനുള്ള അവർക്ക് ലഭിക്കാനും അതുവഴി സ്വസ്ഥവും സമാധാനവുമായിട്ട് അവർ ജീവിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. പകർപടി ചെയ്യാത്തവരുണ്ട്, നടക്കാത്തവരുണ്ട്, നടത്തിക്കാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിടത്തും പോകാതെ കെട്ടിയ കാറിൽ കിടന്ന് അലയണ ആൾക്കാരുണ്ട്. ആരുടെയെങ്കിലും ഒരാളുടെ കടുപ്പിടുത്തം കാരണവും കഴിവില്ലായ്മ കാരണവും ഒത്തിരി പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ്, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഈഗോ അടിച്ച് വാശിപ്പുറം കുടുംബം തകർക്കുന്ന പൈശാചിക പ്രവണത സ്വഭാവമുള്ളവരുണ്ട്. കർത്താവ്, വിശുദ്ധമായ രക്തത്താൽ അവിടെ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശക്തി, മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്ന ശക്തിയാൽ യേശുക്രിസ്തു നാമത്തിൽ നീ അനുഗ്രഹം പ്രാപിക്കുകയും ആശ്രയിക്കപ്പെടുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നീ സാക്ഷ്യം വർഷങ്ങളായി നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിടുതൽ ലഭിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനാ ജീവിതത്തിലെ ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട്, അതുപോലെ വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥനയുണ്ട്. എന്തെങ്കിലും പറയണമെന്നറിയാമോ? ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അല്ലെ? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അത് തന്നെ മരണം വരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ? അത് ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഇനി വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട്.
പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഇത്തിരി ഇമ്മിണി വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥനയാണ്. ഒരു ക്രിസ്ത്യാനി വല്ലപ്പോഴെങ്കിലും കൂടി വലിയ ബഡ്ജറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് കൊച്ചു മനുഷ്യരെ പോകുന്നല്ലേ. വലിയ ബഡ്ജറ്റ് എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്ത് ചെയ്യണം? അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ 17:4-5. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഒത്തിരി പേര് ദാരിദ്ര്യം പിടിച്ച് ആധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച് ജീവിക്കുന്നതിൻ്റെ കാരണം ചെറിയ ബഡ്ജറ്റ് പ്രാർത്ഥനയ്ക്ക്, എപ്പോഴും ചെറിയ ബഡ്ജറ്റിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതിനുള്ള മാർഗം അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെ വലിയ ബഡ്ജറ്റിന് പ്രാർത്ഥിക്കണമെന്ന്. വലിയ ബഡ്ജറ്റിന് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഈശോയുടെ സമീപനം എന്താണെന്ന് വെച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ക്യാരി ഓവർ ചെയ്യും. അതെങ്ങനെ? സ്വന്തം അക്കൗണ്ട് എടുക്കത്തില്ല, അത് അപ്പായുടെ അക്കൗണ്ടിലേക്ക് അത് ക്യാരി ഓവർ ചെയ്യും എന്നാണ്. എന്ത് സഹിച്ചാലും പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നതനുസരിച്ച് കൊണ്ട് അങ്ങാണല്ലേ മഹത്വപ്പെടേണ്ടത്. ദാറ്റ് മീൻസ് അങ്ങയുടെ ഇഷ്ടം ഞാൻ ഏറ്റെടുക്കുന്നതിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു. ഭയങ്കര രസമാണ് ആ പ്രാർത്ഥന. യോഹന്നാൻ 12:27-28. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെ ഒരു നിമിഷം നേരിൽ മനസ്സിൽ കണ്ടപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ ആത്മാവ് മരണകരമായ ദുഃഖം അനുഭവിക്കുന്നു. വാട്ട് ഐ ഷാൽ സേ, ഞാൻ എന്ത് പറയണം? അത് ഒന്നും പറയാൻ തോന്നണില്ല. പ്രാർത്ഥന കിട്ടണില്ല. സങ്കടാങ്കാരം വരാൻ സംഭവിക്കണം. ഇപ്പം ആൾക്കാർക്കെല്ലാം ഇപ്പം നമുക്ക് സംഭവിക്കുകയെ കുറേ വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. കർത്താവ് എന്താ പറയണത്? കർത്താവ് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അതാ പിതാവേ, എൻ്റെ ആത്മാവ് മരണകരമായ ദുഃഖം അനുഭവിക്കുന്ന കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. എന്താ പറഞ്ഞത്? ഞാനെന്ത് പറയണ്ടു? അതാണ്, ഞാനെന്ത് പറയണ്ടു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പ്രയാസം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോൾ അതാണ് ബിഗ് ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന. എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ദൈവം മഹത്വപ്പെടല്ല. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം. ഇപ്പോൾ യൂദാസ് ഒറ്റിക്കൊടുക്കാൻ വരണം. എൻ്റെ ആത്മാവ് മരണകരമായ വേദന അനുഭവിക്കുന്നു, പക്ഷേ എന്ത് ചെയ്യണം? അത് ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതണം. അതുകൊണ്ടാണ് അവനെ സ്നേഹിത എന്ന് വിളിക്കണത്. അല്ലെങ്കിൽ ശത്രു എന്ന് വിളിച്ചാൽ മതി. നീ ചതിയാന്ന് പറഞ്ഞാൽ പോരെ. അപ്പം സ്നേഹിത എന്ന് വിളിക്കാൻ കാരണം കർത്താവ് യൂദാസ് മുത്തിയപ്പോൾ കർത്താവ് സ്നേഹിത എന്നല്ലേ വിളിക്കണേ. മത്തായി സുവിശേഷം 26:50. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അതായത് അവിടെ ചതിയനാണ് ശരിക്കും കർത്താവ്. പക്ഷെ ചതിയൻ എന്ന് വിളിക്കാത്തതിൻ്റെ കാരണം യൂദാസിൻ്റെ ആ കഠോരമായ പ്രവൃത്തികളെ പിതാവിൻ്റെ അക്കൗണ്ടിലൂടെ എടുത്ത് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം എടുത്തുകൊണ്ടാണ് ഈ ചതിയൻ സ്നേഹിതനായി വന്നത്. അതാണ് വിഷയം. അത് റോൾ ചെയ്ത് വന്നത്. അപ്പം നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് മോശമായിട്ട് തോന്നണത് ദൈവഹിതത്തിൻ്റെ അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം.
പക്ഷേ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യേണ്ട അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് വഴിയെടുക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് ഈ വലിയ ബഡ്ജറ്റ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ അർത്ഥം ഇപ്പോൾ പീലാത്തോസിൻ്റെ കൈ കഴുകൽ ഒഴിവാക്കാൻ പറ്റത്തില്ല, പത്തോസിന് തള്ളിപ്പറച്ചത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിന് ഈശോ എന്താ പറയുന്നത്? പിതാവേ അങ്ങേ പകരനെ മഹത്വപ്പെടുത്തണമേ. അതാണ് പ്രശ്നം. യുദാസിൻ്റെ സഹന സാഹചര്യത്തിൽ കിടക്കുന്ന കർത്താവിന് കിട്ടാൻ പോകുന്ന ഭയങ്കരമായ മഹത്വം, അതാണ് കർത്താവിന് എൻകാഷ് ചെയ്ത് കിട്ടേണ്ടത്. പക്ഷേ ഒപ്പ് പിതാവിൻ്റെതാണ് കിടക്കുന്നത്. അതുകൊണ്ട് പിതാവിൻ്റെ അക്കൗണ്ടിൽ അത് വരത്തുള്ളൂ. അതുകൊണ്ടാണ് പിതാവേ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ചതിയനെ സ്നേഹിതെന്ന് വിളിക്കണേ. ക്രിസ്ത്യാനിറ്റിയുടെ സമീപനമാണ് സൗരങ്ങളെ. ഇതിങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, ലോകത്ത് നിങ്ങൾ ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കണം. ഞാൻ പിതാവിൻ്റെ അക്കൗണ്ടിലോട്ട് എടുത്തിട്ടാണ് അത് സ്വീകരിച്ചപ്പോഴാണ് അത് ഞാൻ ലോകത്തെ ജയിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. ഇങ്ങനെയാണ് സമാധാനം കണ്ടെത്തുന്നത്. പ്രശ്നകാലങ്ങളിൽ കർത്താവ് സമാധാനം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. കർത്താവ് സമാധാനം കണ്ടെത്തിയ പിതാവിൽ നിന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ സമീപനത്തിലൂടെയാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത്. പറഞ്ഞോളൂ. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, മാറ്റാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടാകും, ക്ലേശങ്ങളുണ്ടാവും. എങ്കിലും ധൈര്യമായി പോലും നിങ്ങളെ ധൈര്യമായിരിക്കണം. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ കീഴടക്കി എങ്ങനെയാണ് കീഴടക്കിയത്? അത് മഹത്വമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിതാവിൻ്റെ ഒപ്പാണ് ആ സഹനത്തെ കിടക്കണം കണ്ടിട്ട് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പിതാവിൻ്റെ അക്കൗണ്ടിലൂടെ അത് മാറിയെടുത്ത്. അതാണ് അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തുന്നത് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൃപയാണ് അതിൻ്റെ വരുമാനമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ബഡ്ജറ്റിൽ കിടന്ന ജീവിതം എപ്പോഴും നശിപ്പിക്കാതെ ഇടയ്ക്കൊക്കെ ബിഗ് ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ദൈവാനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.